എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം പാവകഥകളി. പാവകഥകളിയാണ് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം. 2024-25 വർഷത്തെ ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് 2024-25 വർഷത്തെ ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ ആദ്യമായി സമഗ്രമായ നഗരനയം അർബൻ പോളിസി അംഗീകരിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സമഗ്രമായ നഗരനയം അംഗീകരിച്ച സംസ്ഥാനം. ലോസ് ഏഞ്ചൽസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രം ഭ്രമയുഗമാണ് ലോസ് ഏഞ്ചൽസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രം. നിലവിലുള്ള UTS ആപ്പിന് പകരമായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി ഇന്ത്യൻ റെയിൽവേ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ വൺ എന്ന ആപ്ലിക്കേഷനാണ് നിലവിലുള്ള UTS ആപ്പിന് പകരമായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി ഇന്ത്യൻ റെയിൽവേ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗും പിന്തുണയും നൽകുന്നതിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പ്രധാന പദ്ധതി ചിരി എന്ന പദ്ധതിയാണ് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗും പിന്തുണയും നൽകുന്നതിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പ്രധാന പദ്ധതി. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുന്ന 250 മെഗാവാട്ട് അവർ സംഭരണശേഷിയുള്ള സിസ്റ്റം ബെസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ബെസ് സിസ്റ്റമാണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുന്ന 250 മെഗാവാട്ട് അവർ സംഭരണശേഷിയുള്ള സിസ്റ്റം. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ വൈക്കത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയാണ് 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങളും ശക്തമാക്കുന്നതിനായി ഗൂഗിൾ പ്രഖ്യാപിച്ച പുതിയ സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖല അമേരിക്ക ഇന്ത്യ കണക്ട് ആണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങളും ശക്തമാക്കുന്നതിനായി ഗൂഗിൾ പ്രഖ്യാപിച്ച പുതിയ സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖല. പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സർവീസ് മീററ്റ് മെട്രോ. പരമാവധി വേഗത 120 km/h ആണ്. മീററ്റ് മെട്രോയാണ് പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സർവീസ്. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം ഹർമൻപ്രീത് കൗറാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം. വിമാനയാത്രികർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന ഉഡാൻ യാത്രി കഫേ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനയാത്രികർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണപാനീയങ്ങൾ നൽകുന്ന ഉഡാൻ യാത്രി കഫേ കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. മികച്ച കുട്ടികളുടെയും കുടുംബത്തിന്റെയും ചിത്രത്തിനുള്ള ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് ബാഫ്റ്റ പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ മണിപ്പൂരി ചിത്രം ബൂങ്. സംവിധാനം ലക്ഷ്മിപ്രിയ ദേവി. ബൂങ് എന്ന മണിപ്പൂരി ചിത്രമാണ് മികച്ച കുട്ടികളുടെയും കുടുംബത്തിന്റെയും ചിത്രത്തിനുള്ള ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യൻ ചിത്രം. 2026 25ാമത് മിലാൻ കോർട്ടിന വിന്റർ ഒളിമ്പിക്സിൽ 18 സ്വർണം ഉൾപ്പെടെ 41 മെഡലുകൾ നേടി ജേതാക്കളായ രാജ്യം നോർവേയാണ്. 2026 25ാമത് മിലാൻ കോർട്ടിന വിന്റർ ഒളിമ്പിക്സിൽ 18 സ്വർണം ഉൾപ്പെടെ 41 മെഡലുകൾ നേടി ജേതാക്കളായ രാജ്യം. ഇൻഡോ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഇന്ത്യയിൽ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം
നിള പൈതൃക മ്യൂസിയം. മലപ്പുറത്തെ പൊന്നാനിയിലുള്ള നിള പൈതൃക മ്യൂസിയമാണ് ഇൻഡോ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരം കാർലോസ് അൽക്കരാസ് ആണ് 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരം. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മമ്മൂട്ടിയാണ് 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മൂത്തേടത്ത്. കൃതി പെൻഗ്വിനുകളുടെ വൻകരയിൽ. ശ്രീജിത്ത് മൂത്തേടത്താണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. ടെറ്റനസ്, അഡൾട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് പുറത്തിറക്കിയ പുതിയ വാക്സിൻ TD വാക്സിൻ, ടെറ്റനസ് ആൻഡ് അഡൾട്ട് ഡിഫ്തീരിയ വാക്സിൻ. TD വാക്സിനാണ് ടെറ്റനസ്, അഡൾട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് പുറത്തിറക്കിയ പുതിയ വാക്സിൻ. സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി നിർഭയ നിശ. സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ നിശ. 2026 വനിതാ ഏഷ്യ കപ്പ് റേസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായത് ഇന്ത്യ എ ടീമാണ്. 2026 വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ബംഗ്ലാദേശ് എ ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയിൽ ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പ്രധാന HPV വാക്സിൻ ഗാർഡസിൽ 4 എന്ന HPV വാക്സിനാണ്. ഇന്ത്യയിൽ ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പ്രധാന HPV വാക്സിൻ. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം 2026 ഫെബ്രുവരി 24 ഔദ്യോഗികമായി പേരുമാറ്റത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി ലഭിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം 2026 ഫെബ്രുവരി 24 ഔദ്യോഗികമായി പേരുമാറ്റത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ലഭിച്ച സംസ്ഥാനമാണ് കേരളം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിച്ച് സൗരോർജ്ജം സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് ബെസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിച്ച് സൗരോർജ്ജം സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. 150ലധികം സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ ഏകീകൃത മൊബൈൽ ആപ്പ് നമ്മുടെ കേരളം. 150ലധികം സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ ഏകീകൃത മൊബൈൽ ആപ്പാണ് നമ്മുടെ കേരളം. കേരളത്തിൽ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് CBG പ്ലാന്റ് സ്ഥാപിതമായത് ബ്രഹ്മപുരം. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ് കേരളത്തിൽ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമായത്. താളിയോലകളുടെയും ചരിത്രരേഖകളുടെയും സംരക്ഷണത്തിനും ഗവേഷണങ്ങൾക്കുമായി കേരള സർക്കാർ തിരുവനന്തപുരത്തെ കാര്യവട്ടത്ത് സ്ഥാപിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥാപനം ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററാണ്. താളിയോലകളുടെയും ചരിത്രരേഖകളുടെയും സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി കേരള സർക്കാർ തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് സ്ഥാപിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥാപനം. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി കൈവരിച്ച കേരളത്തിലെ നഗരസഭ വർക്കല. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നഗരസഭയാണ് ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി ലഭിച്ച കേരളത്തിലെ നഗരസഭ. നവി മുംബൈയിലെ ഖാർഗർ പ്രൈമറി ഡാറ്റാ സെന്ററിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് ഭുവനേശ്വർ ഇൻഫോ വാലി സെക്കൻഡ് ഖോർദ. ഭുവനേശ്വറിലാണ് നവി മുംബൈയിലെ ഖാർഗർ പ്രൈമറി ഡാറ്റാ സെന്ററിന് ശേഷം RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയർന്ന സുരക്ഷാ ഡാറ്റാ സെന്റർ നിലവിൽ വന്നത്.
ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊല്ലിമല, തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരാണ് 2025-26 രഞ്ജി ട്രോഫി കിരീടം നേടിയത്. 2020 ലോകകപ്പ് ചരിത്രത്തിൽ റൺ ചേസിംഗിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് 2020 ലോകകപ്പ് ചരിത്രത്തിൽ റൺ ചേസിംഗിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത്. കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട് കേര പദ്ധതിയാണ് കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ട അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക ദൗത്യം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ട അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത സൈനിക ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് KIRF 2025 സർവകലാശാലകളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ്. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2025 സർവകലാശാലകളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയത് കുസാറ്റ് ആണ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ. കേരളത്തിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും മലയാളം പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് മലയാള ഭാഷാ ബിൽ 2025. മലയാള ഭാഷാ ബിൽ 2025 കേരളത്തിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും മലയാളം പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബില്ല്. 2027 നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി വികാസ് എന്നിവയാണ് 2027 നടക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ. 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ, അമേരിക്ക, ഫിൻലാൻഡ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ധാരണാപത്രം അറിയപ്പെടുന്നത് ഭാരത് 6G അലയൻസ്. 6G സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നതിനായി ഇന്ത്യ, അമേരിക്ക, ഫിൻലൻഡ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ധാരണാപത്രം അറിയപ്പെടുന്നത് ഭാരത് 6G അലയൻസ് എന്നാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിലാദ്യത്തെ NVIDIA AI ഫാക്ടറി സ്ഥാപിതമായത് കൊച്ചി സ്മാർട്ട് സിറ്റിയിലാണ് കേരളത്തിലാദ്യത്തെ NVIDIA AI ഫാക്ടറി സ്ഥാപിതമായത്. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി കുടുംബശ്രീ മാതൃകയിൽ കേരള സർക്കാർ ആരംഭിച്ച സ്വയം സഹായ സംഘങ്ങൾ സുശക്തി. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി കുടുംബശ്രീ മാതൃകയിൽ കേരള സർക്കാർ ആരംഭിച്ച സ്വയം സഹായ സംഘങ്ങളാണ് സുശക്തി. 2026 T20 ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ് 2026 T20 ലോകകപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. കേരളത്തിലാദ്യത്തെ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് വടകര. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്താണ് കേരളത്തിലാദ്യത്തെ റൂറൽ ഡിസ്ട്രിക്ട് ജയിൽ നിലവിൽ വരുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിപ്രയുടെ റിപ്പോർട്ട് പ്രകാരം 2021-25 കാലയളവിൽ ലോകത്തെ ഏറ്റവും അധികം ആയുധ ഇറക്കുമതി നടത്തിയ രാജ്യം ഉക്രൈനാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 2021-25 കാലയളവിൽ ലോകത്തെ ഏറ്റവും അധികം ആയുധ ഇറക്കുമതി നടത്തിയ രാജ്യം. 2-ാം സ്ഥാനം ഇന്ത്യയ്ക്കാണ്. രാജ്യത്ത് നിഷ്ക്രിയ ദയാവധം പാസീവ് യൂത്തനേഷ്യയ്ക്ക് കോടതിയുടെ ഔദ്യോഗിക അനുമതി ലഭിച്ച ആദ്യത്തെ വ്യക്തി ഹരീഷ് റാണ. രാജ്യത്ത്
നിഷ്ക്രിയ ദയാവധത്തിന് കോടതിയുടെ ഔദ്യോഗിക അനുമതി ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഹരീഷ് റാണ. കേരളത്തിന്റെ 8ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് എൻ ശേഷാദ്രിനാഥനാണ് കേരളത്തിന്റെ 8ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് വി പി സാനുവാണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.